ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും ഇടുക്കി സീരീസിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നാലുമല ഭാഗത്താണ്. ഇത് നെടുങ്കണ്ടത്തിനടുത്തുള്ള ഒരു ഓഫ് റോഡ് ഏരിയ മൗണ്ടൻസ് ആണ്. ഇവിടെ ഒരു മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരിയേറെ കാടിനുള്ളിലൂടെയൊക്കെ നടക്കാൻ, ചെറിയ കാടിനുള്ളിലൂടെയൊക്കെ നടന്ന് പോയി കാണാനായിട്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇടുക്കി എപ്പിസോഡിൻ്റെ ഈ ഭാഗത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു ടിയാഗോ ട്രാവലർ വ്ളോഗ്. അപ്പോൾ പതിപോലെ രാവിലെ തന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് തേവാരംമെട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടെ അത്യാവശ്യം നല്ല കുന്നുകളും ഇറക്കങ്ങളും വളവുകളും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ റോഡ് നല്ല രീതിയിൽ തന്നെ അവർ മെയിൻ്റെനൻസ് ചെയ്തു പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഒരു 5 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കുവാനായിട്ടുണ്ട് നമ്മൾ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് താഴെ നിന്ന് ഇങ്ങനെ റോഡ് വളഞ്ഞ് കയറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ അതിനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെയധികം മനോഹരമായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നമുക്ക് ഇനിയും തേവാരമേട്ടിൽ എത്തുവാനായിട്ട് യാത്ര ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മുന്നിൽ കാണുന്ന കോൺക്രീറ്റ് ഇട്ട വഴിയിലൂടെ വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട്, ആ മെട്ടിലെത്തുവാനായിട്ട്. നമ്മൾ ആ മെട്ടിലേക്ക് കയറി പോകുന്ന വഴിക്ക് ഒരു റിസോർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ ആ മെട്ടിലേക്ക് പോകുവാനായിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് എത്തിയിരിക്കുന്ന തേവാരംമെട്ടിലാണ്. നെടുങ്കണ്ടത്തിനടുത്ത് ഒരു സ്ഥലമാണ്. ഫുള്ള് മലകളും കുന്നുകളുമാണ്. ഇത് തരിശായിട്ടുള്ള ഒരു ഭൂമി. നമ്മളതിലൂടെ ഒരു വ്യൂ പോയിൻ്റ് കാണുവാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ചുറ്റും നല്ല രസമാണ് കാണുവാനായിട്ട്. നല്ല രസമുള്ള പ്രദേശങ്ങളാണ്. അപ്പം നമ്മുടെ കൂടെ ഈ നാട്ടുകാരായ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് നമ്മുടെ കൂടെ. അവരാണ് നമ്മളെ ഇത് കാണിക്കുവാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. വളരെയധികം മനോഹരമായ അവധിക്കാലം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകൾ അവിടെ പോയിട്ട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഫ്രണ്ട്സ്, ആ കാണുന്ന മലയിൽ ആന ഇറങ്ങുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ആനകളെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ പ്രദേശത്തില്ല, ആ മലയിലാണ്, മലയുടെ ഭാഗത്താണ് കൂടുതലായിട്ടും ആനകൾ ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വളരെയധികം നല്ല ഇതാണ്. ഇവിടെ ഇപ്പോൾ ഉണക്കായതുകൊണ്ട്, വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളമില്ലാതെ ഇവിടെ. ഇതൊരു ചെറിയ കുളമാണ്, അത് പറ്റി വരണ്ട് കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിതിൻ്റെ വ്യൂ പോയിൻ്റ് അങ്ങോട്ട് അടുത്ത് പോയിട്ട് കാണാം. ഇപ്പം വ്യൂ പോയിൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സ, ഇനിയുണ്ടോ? ഒത്തിരി ദൂരം ഉണ്ടോ വ്യൂ പോയിൻറ്റിലേക്ക്? ചെറുതുണ്ടല്ലേ. നാലുമല എന്നാണ് അറിയപ്പെടുന്നത്. ട്രക്കിങ്ങിനും ഓഫ് റോഡിനും ഒക്കെ ആയിട്ട് പേരുകേട്ട സ്ഥലമാണ്. വളരെയധികം ഹൈറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, നാലുമല. ഇതിപ്പം നമ്മൾ നിൽക്കുന്ന മലേൻ്റെ തൊട്ടപ്പുറത്തെ മലയാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എത്ര കണ്ട വലുപ്പമായിട്ട് തോന്നും എന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഏകദേശം നമ്മൾ തമിഴ്നാടിൻ്റെ ഭംഗി കാണുവാനായിട്ട് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേരി മുന്നിൽ കാണുന്ന ഭാഗമാണ് വ്യൂ പോയിൻറ്റ്. ഏകദേശം നമ്മളതിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. വൈകാലും വ്യൂ പോയിൻ്റെ കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. ഫ്രണ്ട്സ്, ആ മലയിൽ നമുക്കൊരു കാറ്റാടി മരം കാണുവാനായിട്ടുണ്ട്. ഒന്നല്ല, വളരെയധികം ഉണ്ട്. നമുക്ക് ഒത്തിരി അടുത്ത് കാണുവാനായിട്ട് ട്രൈ ചെയ്യാം. സൂം ചെയ്തപ്പോൾ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. ഇതങ്ങ് ഒത്തിരി ദൂരത്തുള്ളൊരു മലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഏകദേശം തമിഴ്നാടിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെയധികം ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇതാണ് നാലുമല, ഇതാണ് തമിഴ്നാടിൻ്റെ വ്യൂ പോയിൻ്റ്. നമ്മൾ വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്.
അതിമനോഹരമായ വ്യൂ പോയിന്റാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ആ കാണുന്ന തമിഴ്നാടിൻ്റെ കൃഷി പ്രദേശങ്ങളാണ്. ആണോ? എവിടെയാടാ? ഓ, പറപ്പിച്ചോണ്ട് പോവോ? പറക്കല്ലേ, ആരും വരണ്ട ഇങ്ങോട്ട് കേട്ടോ. വാവ്, തമിഴ്നാടിൻ്റെ മനോഹരമായ കൃഷി സ്ഥലങ്ങളും നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ചുറ്റിനുമുള്ള പ്രദേശം ഇതാണ്. നമ്മളിതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് വ്യൂ കിട്ടുമെന്ന് ഇവിടെ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്ന ടീംസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, ഭയങ്കര വലിയൊരു കൊക്കയാണ്. ഇതുകൊണ്ട് ഭയങ്കര കൊക്കയാണ് ഇവിടെയാണ് ആന ഇറങ്ങുന്നതെന്ന് പറഞ്ഞ ആ മല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ കൊണ്ടുവന്ന ടീം. ഫുൾ ടീമുകളാണ് ഇവരാണ് നമ്മളെ ഗൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ടീംസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിമനോഹരമായ വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. വാവ്, ഇതാണ് നമ്മുടെ ഇവിടെ എല്ലാം കാണിക്കാനായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്ന ഇവരാണ്. കിച്ചു ചേട്ടനുണ്ട്, ആദിയുണ്ട്, അലക്സ് ചേട്ടനുണ്ട്. അലക്സ് ചേട്ടൻ ഭയങ്കര നാണമാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ അതിമനോഹരമായി ഈ കാഴ്ചകൾ കാണുവാനായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ഈ സുഹൃത്തുക്കൾക്ക് വളരെയധികം നന്ദി. അപ്പം നമ്മൾ ഇവിടുന്ന് അടുത്ത വ്യൂ കാണുവാനായിട്ട് താഴേക്ക് പോവുകയാണ്. അങ്ങനെ തേവാരംപെട്ടിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ സൈഡിലായിട്ട് ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങ് ദൂരെ ഒരു KSRTC ബസ് ഇങ്ങനെ എന്തോ പണിയുന്നതിനായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് സാധിക്കുവാണെങ്കിൽ അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയുള്ള കാഴ്ചകളും കൂടെ കാണുവാനായിട്ട് ശ്രമിക്കാം. അപ്പം താൽക്കാലികമായിട്ട് നമ്മൾ ഈ മേട്ടിൻ്റെ കാഴ്ചകളോട് വിട പറയുകയാണ്. സ്ഥലങ്ങൾ കാണാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നത് കണ്ടു. അപ്പോൾ ആ റിസോർട്ടിന് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ട് അകത്തോട്ട് കയറുകയാണ്. നമ്മൾ റിസോർട്ടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ നൊസ്റ്റാൾജി ഉളവാക്കുന്ന രീതിയിൽ ഒരു ചേതക് ബൈക്ക് ചുമലക്കിണറിലുള്ള അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു KSRTC ബസ്, പഴയൊരു KSRTC ബസ്സും ഉണ്ട്. അത് റെസ്റ്റോറൻറ്റ് എന്തോ അവിടെ അവർ ക്രമീകരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.